നമസ്കാരം. പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയും സ്വന്തമാക്കുകയും അതിന്റെ ഉപയോഗത്തിന് അംഗങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന സംയുക്ത പ്രതിരോധ ഫണ്ടിനെ കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ധനമന്ത്രിമാർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ അക്കൗണ്ടുകൾക്ക് കൂടുതൽ കടബാധ്യത വരുത്താതെ പ്രതിരോധത്തിനായി കൂടുതൽ ചിലവഴിക്കാനുള്ള ഒരു മാർഗമാണിത്. യൂറോപ്യൻ ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഫണ്ട് വളരെ കടബാധ്യതയുള്ള രാജ്യങ്ങൾക്ക് വില കൂടിയ സൈനിക ഉപകരണങ്ങൾക്ക് എങ്ങനെ പണം നൽകാം എന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. യൂറോപ്യൻ യൂണിയൻ ഗവൺമെന്റുകൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇനി അമേരിക്കയെ പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുകയും റഷ്യയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണിത്. പ്രതിരോധ നിക്ഷേപം സംബന്ധിച്ച സാമ്പത്തിക നിയമങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെയും യൂറോപ്യൻ യൂണിയൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ പ്രതിരോധ പദ്ധതികൾക്കായി സംയുക്തമായി വായ്പ എടുക്കുന്നതിലൂടെയും അടുത്ത 4 വർഷത്തിനുള്ളിൽ സൈനിക ചിലവ് 800 ബില്യൺ യൂറോ വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇതിനകം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരം ഓപ്ഷനുകൾ ദേശീയ കടം വർദ്ധിപ്പിക്കുമെന്നതും ഒരു സാധ്യതയാണ്. ഉയർന്ന കടബാധ്യതയുള്ള പല രാജ്യങ്ങൾക്കും ഇതൊരു ആശങ്കയായിരിക്കും. അതേസമയം ബ്രൂഗൽ ആശയം പ്രതിരോധ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ദേശീയ കണക്കുകളിൽ ഉൾപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയായി രാജ്യങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ഈ ഫണ്ട് ഒരു ആഭ്യന്തര സർക്കാർ ഉടമ്പടി പ്രകാരമാണ് സ്ഥാപിക്കപ്പെടുന്നത്. കൂടാതെ ബ്രിട്ടൻ, യുക്രൈൻ, നോർവേ തുടങ്ങി യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള അംഗങ്ങളെ യൂറോപ്യൻ ഡിഫൻസ് മെക്കാനിസത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയും. ഇതിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ കടം ദേശീയ അക്കൗണ്ടുകളിലല്ലാതെ യൂറോപ്യൻ ഡിഫൻസ് മെക്കാനിസത്തിന്റെ അക്കൗണ്ടുകളിൽ തന്നെ തുടരും. ചെലവ് കുറയ്ക്കുന്നതിനും വിഭവങ്ങൾ ശേഖരിക്കുന്നതിനുമായി പ്രതിരോധ ഉപകരണങ്ങൾക്കായി ഒരൊറ്റ യൂറോപ്യൻ വിപണിയായി യൂറോപ്യൻ ഡിഫൻസ് മെക്കാനിസത്തെ ആ നീക്കങ്ങൾ മാറ്റും. നിലവിൽ 27 രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനിലെ പ്രതിരോധ സംഭരണവും ഉൽപാദനവും കുറഞ്ഞത് 7 വ്യത്യസ്ത തരം ടാങ്കുകൾ, 9 തരം സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറുകൾ, 7 തരം ഇൻഫൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങൾ എന്നിവയാൽ വിഘടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് ചിലവ് വർദ്ധിപ്പിക്കുകയും പരസ്പര പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും സ്കെയിൽ സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്പിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് പുതിയ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യത പരിഗണിക്കേണ്ടതാണ് അത്യാവശ്യമെന്ന് സാർമാൻഡോ പറഞ്ഞിരുന്നു. സൈന്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ചിലവേറിയ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും അമേരിക്കയെ ആശ്രയിക്കാതെ തന്നെ ലഭിക്കണമെന്നും അതിനുള്ള ഫണ്ട് ശേഖരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. സംയുക്ത കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ, ഉപഗ്രഹാധിഷ്ഠിത ഇന്റലിജൻസ്, ആശയവിനിമയം, 5ാം തലമുറ അല്ലെങ്കിൽ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലുള്ള വിലയേറിയ പുതിയ ആയുധ സംവിധാനങ്ങളുടെ വികസനം, തന്ത്രപരമായ വ്യോമ പ്രതിരോധം, തന്ത്രപരമായ വലിയ തോതിലുള്ള വ്യോമ ഗതാഗതം, സമുദ്ര ലോജിസ്റ്റിക്സ്, മിസൈലുകൾ, ആണവ പ്രതിരോധം തുടങ്ങി ഒന്നിലധികം രാജ്യങ്ങൾക്ക് ആവശ്യമായ സംയോജിത ആയുധ സംവിധാനങ്ങൾ ഈ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പരമാവധി സംഭരണം സംയോജിപ്പിച്ച് മത്സരം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടനെ ഒരു പ്രധാന വ്യാവസായിക പ്രതിരോധ ഘടകമാക്കി ഉൾപ്പെടുത്തി ഒരു പൊതു യൂറോപ്യൻ പ്രതിരോധ വിപണി സൃഷ്ടിച്ചാൽ മാത്രമേ 2030ഓടെ യൂറോപ്പിന് അമേരിക്കയിലുള്ള സൈനിക ആശ്രയത്വം കുറയ്ക്കാൻ കഴിയുകയുള്ളൂവെന്ന് യൂറോപ്യൻ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ബ്രൂഗൽ പ്രബന്ധം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടാത്ത സഖ്യകക്ഷി ബന്ധം തങ്ങൾക്കും വേണ്ടെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായ തീരുമാനമാണ് ഇത്തരം പുതിയ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്തരം കരുനീക്കങ്ങൾ ഇപ്പുറത്ത് നടക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന കാര്യത്തിലും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.